ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 എക്സാം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സാം നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കമ്പനി ബോർഡ് LGSഉം അതുപോലെ തന്നെ VFAയും. അതായത് കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ VFA. അപ്പോൾ ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ കൃത്യമായി നമുക്ക് PSCയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിനെ വിലയിരുത്തി അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള പഠനമാണ് കൃത്യമായി നമുക്ക് പരീക്ഷാ ഹാളിൽ ഒരു ടെൻഷനും ഒരു ആശങ്കയും ഒരു കൺഫ്യൂഷനും കൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. പരമാവധി നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് കൃത്യമായി ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്ക് എനിക്ക് കിട്ടി, എനിക്ക് മാർക്ക് കിട്ടാത്ത ഏരിയയിലെ ചോദ്യങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കി ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും പഠിച്ച കാര്യങ്ങളെ റിവിഷൻ ചെയ്യുന്നവരാണെങ്കിലും കൃത്യമായി ആ രീതിയിൽ നിങ്ങളുടെ പഠനം ഒന്ന് ചിട്ടപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് പോവാം. 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. PSCയുടെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടഫായ ചോദ്യങ്ങളും കാണും, സിമ്പിളായ ചോദ്യങ്ങളും കാണും. നമുക്ക് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നന്നായി എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഫസ്റ്റ് ചോദ്യം നിങ്ങൾ നോക്കുക. ബാരാലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചുരങ്ങൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ PSC പരീക്ഷകളിൽ ചുരങ്ങൾ എന്ന ഏരിയയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ചുരങ്ങൾ എന്ന ഏരിയ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ചുരങ്ങൾ എന്താണ്? അതായത് നമുക്ക് മലയിടുക്കുകൾക്കിടയിലൂടെയുള്ള അവയെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലങ്ങൾ അല്ലെങ്കിൽ മലയിടുക്കുകളാണ് ഏത് ചുരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ചുരങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇവിടെ നോക്കിയേ, ബാരാലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം 4 സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്, സിക്കിം. ഇവിടെ ശരി ഉത്തരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഉത്തരം മക്കളെ ഹിമാചൽ പ്രദേശ് ആണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഓക്കെ ആണല്ലോ? അപ്പൊ ഹിമാചൽ പ്രദേശ്. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഒരു PSC പ്രിപ്പറേഷൻ നടക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളൊന്നും ഒരു ടഫായ ചോദ്യമായിട്ട് തോന്നാറില്ല. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാം, ഗുജറാത്ത്, മേഘാലയ, ഉത്തർപ്രദേശ്. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ PSC എക്സാമിന് വന്നു. നമ്മുടെ ഉത്തരപർവ്വത മേഖല പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ പഠിക്കുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, കിഴക്കൻ മലനിരകളുടെ ഭാഗമായി വരുന്ന പത്കായ്, നാഗ, ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ പഠിക്കാറുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ A മിസോറാം, ഓപ്ഷൻ B ഗുജറാത്ത്, ഓപ്ഷൻ C മേഘാലയ, ഓപ്ഷൻ D ഉത്തർപ്രദേശ്. ഉത്തരത്തിലേക്ക് പോകുന്നു. ഓപ്ഷൻ C മേഘാലയ എന്ന ആൻസർ ആണ് ശരിയായിട്ടുള്ളത്. അപ്പം ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയ സംസ്ഥാനത്താണ് എന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം വന്ന രീതി കണ്ടു. അതായത് നമ്മൾ പഠിക്കുന്ന ഈ കുന്നുകളാണെങ്കിലും മൗണ്ടെയിൻസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സിന്റെ കൃത്യമായ ഒരു ലൊക്കേഷൻ സ്റ്റേറ്റ് ബേസിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടെയിൻസിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത്, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളി വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച്, വലനം മീൻസ് ഫോൾഡിങ് എന്നാണ് കേട്ടോ, ഫോൾഡിങ്. ഈ മടക്ക് പർവ്വതങ്ങളെ നമ്മൾ ഫോൾഡ് മൗണ്ടെയിൻസ് എന്നാണ് വിളിക്കുന്നത്.
ചില മലയാളം ടൈം അറിയാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും കേട്ടോ. ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് അത് ഒന്നാവാം, ഒന്നിലധികമാവാം, കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജോലി. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയിൽ ഇവയെല്ലാം പറയുന്നുണ്ട്, ഇതെല്ലാം ശരിയാണെന്നും പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ശരി ഉത്തരം നോക്കാം. ഇവിടുത്തെ ശരി ഉത്തരം, അതായത് മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. അതായത് 2 ഫലക സീമകൾ പരസ്പരം അടുത്തു വരുന്ന ഒരു പ്രോസസ്സ്, അതായത് സംയോജക സീമ, അകന്നു പോകുന്നത് വിയോജക സീമ, തെന്നി മാറുന്നത് ഛേദക സീമ. ഇവിടെ മടക്ക് പർവ്വത രൂപീകരണത്തിന് കാരണം സംയോജക സീമകൾ പരസ്പരം, അതായത് ഫലകം അടുത്തു വരുന്ന ഒരു സവിശേഷതയാണ്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1 മാത്രമാണ് ശരി. ഓപ്ഷൻ എ 1 മാത്രം ശരി. അതായത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏത്? കേബിൾ ലംജാവോ, ഡെച്ചിങ്ഗാം, ദിബ്രു സൈക്കോവ, ഹെമിസ്. ഇതിലേതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ചലിക്കുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ്, കേബിൾ ലംജാവോ ആണ്. കേബിൾ ലംജാവോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, നാദുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അതാണ് അടുത്ത ചുരത്തെ സംബന്ധിക്കുന്ന അടുത്ത ഒരു ചോദ്യവും വന്നു. നാദുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, സിക്കിം. ഓക്കെ ആണല്ലോ, സിക്കിം. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. അപ്പം ഇന്ത്യൻ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് 4 വിഭാഗങ്ങൾ, അതായത് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്ന രീതിയിലൊക്കെ തരംതിരിക്കുമെന്ന് പഠിക്കും. അപ്പൊ ഇവിടെ പീഠഭൂമി ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ശരിയായ ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഭൂപ്രകൃതി കൃത്യമായി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ചോദ്യം 100% PSC പരീക്ഷകളിൽ ഉറപ്പാണ്. ഇത് എവിടെ നോക്കി നിങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലെ 9ാം ക്ലാസ് SCRT പാഠപുസ്തകങ്ങളിൽ ഓരോ ഭൂപ്രകൃതിയെ സംബന്ധിച്ചും വിശദമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ചു പഠിക്കണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തരമഹാസമതലത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്ക്. ചോദ്യം 3 പ്രത്യേകതകൾ തന്നിരിക്കുന്നു. അവയിൽ ശരിയായ പ്രത്യേകതകൾ തിരഞ്ഞെടുക്കണം. നോക്കിയേ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം, ഉയർന്ന വ്യവസായ പുരോഗതി. ഇവിടെ നോക്കിയ മക്കളെ, ഏതാ ശരിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? 1 ശരിയാണ്, 2 ശരിയാണ്, എന്നാൽ 3 തെറ്റാണ്. 3 യോജിക്കുന്നത് ആർക്കായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിക്ക് യോജിക്കുന്നതായിരുന്നു അത്. നോക്കിയേ, ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ സി, പരുത്തി തുണി വ്യവസായം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കണം. കൃഷി അധിഷ്ഠിത വ്യവസായവും ധാതു അധിഷ്ഠിത വ്യവസായവും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് ചോദ്യങ്ങളായി മാറിയും തിരിഞ്ഞും വരും. കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം ആണെങ്കിൽ, ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നു, തുറമുഖങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ
കൃത്യമായിട്ട് നമ്മുടെ പശ്ചിമ തീരവും പൂർവ്വ തീരവും പ്രത്യേകതകൾ പഠിക്കണം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. നെക്സ്റ്റ്, ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണം ആണ്. ഇത് ചെറിയ ഒരു വ്യത്യാസം വരാം കേട്ടോ, വിഴിഞ്ഞം വരാം. ഇത് പഴയ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് വന്നതാണ് കേട്ടോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിഴിഞ്ഞം. നിലവിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇത് റീസെന്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ്, അതായത് തെറ്റായ പ്രസ്താവന എന്ന നമ്മുടെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കിയാൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ഡല. മക്കളെ, കാണ്ഡല കിഴക്കൻ തീരത്താണോ? കിഴക്കൻ തീരത്തല്ല, കാണ്ഡല സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറാണ്. ഗുജറാത്തിലാണ് കാണ്ഡല തുറമുഖം, അതുകൊണ്ട് പടിഞ്ഞാറാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരുന്നത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പൊ ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. പക്ഷേ വിശാഖപട്ടണം ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, വിഴിഞ്ഞമാണ് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ത്യയുടെ ഭൂപ്രകൃതി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ ഉത്തരം തെറ്റായ പ്രസ്താവനയാണ്. ശ്രദ്ധിക്കണം, തെറ്റായ പ്രസ്താവന. ഇവിടെ നോക്കിയേ, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്ന് എഴുതിയേക്കുന്നത്. വീതി കുറവാണ്. ഇതാണ് നമുക്ക് വേണ്ട ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഓപ്ഷൻ സിയെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഇവിടെ നോക്കിയേ, ശരിയായ രീതിയിൽ യോജിപ്പിക്കാൻ ABC ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. അതായത് ഇപ്പം ഇത് എല്ലാം അറിയണമെന്നില്ല, ഏതെങ്കിലും ഒന്നറിയാവുന്ന ഉദ്യോഗാർത്ഥിക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സെയ്ദ് വിള, അതായത് പഴവും പച്ചക്കറിയാണെന്നറിയാം. അതായത് മൂന്നാമത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ 3A വേണ്ട, ഇവിടെ 3C വേണ്ട, ഇവിടെയും 3A വേണ്ട. അപ്പൊ ഏതായിരിക്കും? ഇവിടെ 3B, അതായത് 3B. അപ്പൊ ഒന്ന് നോക്കിയേ, 1C ഖാരിഫ്, നെല്ല്, ചോളം. അപ്പൊ 1C. 2 റാബി, ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും A ആയിരിക്കും. 3B. അപ്പൊ 1C, 2A, 3B. ശരിയായ ഓപ്ഷൻ A ആണ്. കണ്ടോ, ഉത്തരത്തിലേക്ക് എത്തുന്ന കണ്ടോ? അതായത് കൃത്യമായിട്ട് 3 നിങ്ങൾക്ക് അറിയത്തില്ല, ഒന്നറിയാം, അങ്ങനെയെങ്കിലും കണക്ഷൻ കിട്ടുമെന്ന് നോക്കുക. നെക്സ്റ്റ്, ഉപദ്വീപീയ ഇന്ത്യയിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജനം. ഇങ്ങനെയുള്ള ടേമുകൾ വരുന്ന ചോദ്യങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയേ, ഏതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ പശ്ചിമഘട്ടം. അപ്പൊ പശ്ചിമഘട്ടമാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ PSCയുടെ ട്രെൻഡിങ് ചോദ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പരീക്ഷ ഹാളിൽ ഏത് ടൈപ്പ് ചോദ്യം വന്നാലും ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ വലനം, ഫോൾഡിങ്. നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യനകത്ത് ഈ സെയിം കാര്യം വന്നു. വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര സംയോജക സീമയിൽ രൂപം കൊണ്ടത്. മക്കളെ, ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റായതല്ലയോ? ആണല്ലോ. അപ്പം ഇവയൊന്നുമല്ല എന്ന് D ഓപ്ഷൻ കിടക്കുന്നു എങ്കിൽ നമ്മുടെ ശരിയായ ആൻസർ ഓപ്ഷൻ D ആണ്.
അതായത് ഇവയൊന്നുമല്ല. ഈ പറയുന്ന 3 പ്രസ്താവനയും ശരിയാ. വലനം ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം. താരതമ്യേന പ്രായം കുറവാണ്, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രായം കുറവ്. സംയോജക സീമയിൽ രൂപപ്പെട്ടതാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും സംയോജിച്ച് രൂപപ്പെട്ടതാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാദുല, സോജില, ഷിപ്കില, ലിപ്പു ലേക്ക്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഏത്? ലിപ്പു ലേക്ക് ചുരമാണ്. കാർഗിലിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില. അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ? പഠിക്കണം. ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ശ്രദ്ധിക്കണം, ചോദ്യം വരുന്ന കണ്ടോ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ദേശീയ ജലപാത 5. അതായത് നാഷണൽ വാട്ടർവേസ് പഠിക്കണം. നാഷണൽ വാട്ടർവേസ്, വാട്ടർ ട്രാൻസ്പോർട്ട് ഇത് പഠിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഒരു എക്സാം പോലെ ചെയ്ത് എത്ര ആൻസർ കിട്ടുന്നു എന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്ന എക്സാമുകൾക്ക് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ പരീക്ഷാ സമയങ്ങളിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇനി വരാനിരിക്കുന്ന VFA ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും ബെബ്കോ LD ആണെങ്കിലും തുടങ്ങിയ നിരവധി പരീക്ഷകൾക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ കൃത്യമായി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കൃത്യമായ രീതിയിലുള്ള സ്റ്റഡി പ്ലാനോട് കൂടി, കൃത്യമായ മെന്റർഷിപ്പോട് കൂടി മോക്ക് ടെസ്റ്റുകൾ എഴുതി ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ശരിയായ ഒരു പഠനക്രമം നമുക്ക് പിന്തുടർന്ന് നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ എത്തി ജോലി എന്ന നമ്മുടെ ആ ഒരു സ്വപ്നം നമുക്ക് നേടിയെടുക്കാം. ഗവൺമെന്റ് സർവീസിലേക്ക് നമുക്ക് എത്താം. അപ്പം ഇത്തരത്തിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ഇത്തരത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പം കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക്സ്.